ഹായ്, ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് ക്വിക്ക് സോർട്ടാണ്. അതിൻ്റെ പേര് പോലെ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു സോർട്ടിംഗ് അൽഗോരിതമാണ് ക്വിക്ക് സോർട്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന് ക്വിക്ക് സോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ക്വിക്ക് സോർട്ട് എന്താണ്, എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞതിന് മുന്നേ അതിന് കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ക്വിക്ക് സോർട്ട് എന്ന് പറയുന്നത് ഒരു ഇൻപ്ലേസ് സോർട്ടിംഗ് അൽഗോരിതമാണ്. ഇൻപ്ലേസ് കമ്പാരിസൺ സോർട്ടാണ്. ഇൻപ്ലേസ് സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് അറയുടെ അകത്ത് തന്നെ വെച്ചിട്ടായിരിക്കും സോർട്ടിംഗ് ചെയ്യുക. അല്ലാണ്ട് എക്സ്റ്റേണൽ ഒരു അഡീഷണൽ ഒന്നും എടുക്കാതെ ആയിരിക്കും ഇത് ചെയ്യുക. ദെൻ ഇറ്റ് യൂസസ് ഡിവൈഡ് ആൻഡ് കോൺകർ സ്ട്രാറ്റജി. ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു വലിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാനായിട്ട് ആ പ്രോബ്ലത്തിനെ സ്മോളർ സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആ സ്മോളർ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ബിഗർ പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ടാവും. അതാണ് ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറഞ്ഞ സ്ട്രാറ്റജി. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സോർട്ടിംഗ് ആണ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ കയ്യിലൊരു അറയാണ്, വലിയൊരു അറേ ഉണ്ടാവും. ഈ അറേനെ കുറേ സ്മോളർ അറേസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ചെറിയ അറേനെയാണ് സോർട്ട് ചെയ്യുക. എന്നിട്ട് ആ ചെറിയ അറേസിനെ അങ്ങനെ കമ്പൈൻ ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഫുൾ അറേ സോർട്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിങ്ങനെ ഡിവിഷൻ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ റിക്കേഴ്സീവ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഡിവൈഡ് ആൻഡ് കോൺകർ ആയതുകൊണ്ട് തന്നെ അതൊരു റിക്കേഴ്സീവ് മെത്തേഡിലാണ് ക്വിക്ക് സോർട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ദെൻ അതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ആൻഡ് ആവറേജ് കേസ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ബിഗ് ഓഫ് എൻ ലോഗ് എൻ ആണ്. വേഴ്സ്റ്റ് കേസ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ബിഗ് ഓഫ് എൻ സ്ക്വയർ ആണ്. വേറെ എൻ ഇസ് ദി നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദി അറേ. ഇനി നമ്മൾ ക്വിക്ക് സോർട്ടിൻ്റെ അൽഗോരിതത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അൽഗോരിതം അല്ല, ഇതൊരു ഹൈ ലെവൽ വ്യൂ എന്ന് പറഞ്ഞാൽ ഇത്രയും 3 സ്റ്റെപ്പുകളാണ് ക്വിക്ക് സോർട്ട് അൽഗോരിതത്തിൽ നമ്മൾ ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പിക്ക് ആൻ എലമെന്റ് കോൾഡ് പിവറ്റ് ഫ്രം ദി അറേ. അതായത് നമ്മുടെ കയ്യിൽ n എലമെന്റ്സ് ഉള്ള ഒരു അറേ ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഒരു എലമെന്റ് നമുക്ക് എന്ത് ക്രൈറ്റീരിയ വെച്ചിട്ടും ആ എലമെന്റിനെ നമുക്ക് പിക്ക് ചെയ്യാം. ആ എലമെന്റിന് നമ്മൾ പിവറ്റ് എലമെന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പിവറ്റ് എലമെന്റ് എടുക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ആ അറേയിലെ ഫസ്റ്റ് എലമെന്റ് എടുക്കാം, ലാസ്റ്റ് എലമെന്റ് എടുക്കാം, മിഡിൽ എലമെന്റ് എടുക്കാം. അത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അത് എന്ത് ക്രൈറ്റീരിയ എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പിവറ്റ് എലമെന്റിനെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പാണ് പാർട്ടീഷൻ. ഈ പാർട്ടീഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പാണ് ഇതിൽ ഡിവൈഡ് ആൻഡ് കോൺകറിൽ ഡിവൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ റീഓർഡർ ദി അറേ സോ ദാറ്റ് ഓൾ എലമെന്റ്സ് ലെസ് ദാൻ പിവറ്റ് എലമെന്റ് കം ബിഫോർ ദി പിവറ്റ് വൈൽ ഓൾ എലമെന്റ്സ് ഗ്രേറ്റർ ദാൻ പിവറ്റ് കം ആഫ്റ്റർ പിവറ്റ്. അതായത് നമ്മൾ പാർട്ടീഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള അറേനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പിവറ്റ് എലമെന്റിനെ പിക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ പിവറ്റ് എലമെന്റിനെ അറയിൽ ഒരു പൊസിഷനിൽ നമ്മൾ വെക്കും. ആ പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള എലമെന്റ്സ് എല്ലാം അതിനേക്കാളും ചെറുതുമായിരിക്കും, റൈറ്റ് സൈഡിലുള്ളതെല്ലാം അതിനേക്കാളും വലുതുമായിരിക്കും. അതായത് നമ്മുടെ ഈ അറേ സോർട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഫൈനൽ സോർട്ടഡ് അറേയിൽ ഈ പിവറ്റ് എലമെന്റ് എവിടെയാണോ ഇരിക്കേണ്ടത്, നമ്മളിപ്പോൾ ഒരു സോർട്ടഡ് അറേ എടുക്കുകയാണ്. സോർട്ടഡ് അറേയിൽ ഇവിടെ ഒരു 10 ഉണ്ടെങ്കിൽ ഇതിന്റെ മുന്നത്തെ എലമെന്റ്സ് എല്ലാം 10-നേക്കാളും ചെറുതും അതിനുശേഷമുള്ള 10-നേക്കാളും വലുതുമായിരിക്കില്ലേ. അപ്പോൾ അങ്ങനെ ഒരു പൊസിഷനിൽ പിവറ്റ് എലമെന്റിനെ കൊണ്ടുവയ്ക്കുക. അതാണ് പാർട്ടീഷൻ എന്നുള്ള സ്റ്റെപ്പിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് പാർട്ടീഷൻ എന്ന് പറയാൻ കാരണം ആ പിവറ്റ് എലമെന്റിനെ നമ്മളൊരു പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റിലുള്ളത് പിവറ്റിനേക്കാളും ചെറുതും റൈറ്റിലുള്ളത് വലുതും ആയിട്ടുള്ള 2 സബ് അറേസ് ആയിട്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം. സ്മോളർ ദാൻ പിവട്ട് വരുന്ന എലമെന്റ്സ് ഒരു സൈഡിൽ, ലാർജർ ദാൻ പിവട്ട് വരുന്നത് മറ്റേ സൈഡിൽ. അങ്ങനെ 2 സബ് അറേ ആയിട്ട് ഡിവൈഡ് ചെയ്യണതുകൊണ്ടാണ് അതിനെ പാർട്ടീഷൻ എന്ന് നമ്മൾ ആ സ്റ്റെപ്പിന് പറയുന്നത്. അപ്പോൾ പാർട്ടീഷനിൽ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. പിവട്ടിനെ അതിൻ്റെ ഫൈനൽ പൊസിഷനിൽ എത്തിക്കുക. ഫൈനൽ സോർട്ടഡ് അറേയിൽ ഈ പിവട്ട് എലമെന്റ് ഏത് പൊസിഷനിലാണോ വരേണ്ടത് അവിടെ കൊണ്ട് വയ്ക്കുക. അതാണ് ഈ പാർട്ടീഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പിൽ പറയുന്നത്. അതായിരിക്കും നമ്മൾ അവിടെ ചെയ്യുക. Then third step, recursively apply the above steps to the subarray of elements with smaller values and separately to the subarray of elements with greater values. നമ്മുടെ എലമെന്റ്സിനെ ഇപ്പോൾ 2 സബ്അറേ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി ഈ പറഞ്ഞ 2 സ്റ്റെപ്പും അത് ആ ലെഫ്റ്റ് സബ്അറേയിൽ അപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് റൈറ്റ് സബ്അറേയിൽ അപ്ലൈ ചെയ്യണം. അതായത് സ്മോളർ എലമെന്റ്സിന്റെ സബ്അറേയിൽ അപ്ലൈ ചെയ്യണം, ലാർജർ എലമെന്റ്സിന്റെ സബ്അറേയിലും അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താവും, അതിലും ഒരു പിവറ്റ് എലമെന്റിനെ എടുക്കും, എന്നിട്ട് അതിനെ കറക്റ്റ് പൊസിഷനിൽ വെക്കും. അവിടെയും ആ ലെഫ്റ്റ് സബ്അറേക്ക് തന്നെ വീണ്ടും ഒരു ലെഫ്റ്റും റൈറ്റും ഉണ്ടാവും. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കുഞ്ഞ് അറേ എത്തണ വരെ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഡിവിഷൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 2 എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആ സബ് അറേനെ ഡിവൈഡ് ചെയ്യാൻ നോക്കും. അങ്ങനെ അതുവരെ അത്രയും സ്മോളർ അറേ ആവണ വരെ നമ്മൾ ഈ പാർട്ടീഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇവിടെ എ എന്ന് പറഞ്ഞ ഒരു അറേ എടുക്കുകയാണ്. ഈ അറേ എ, അതിനകത്ത്
10 എലമെൻറ്റ്സ് ഉണ്ട്, ഇൻഡെക്സ് 0 to 9. അപ്പോൾ അതിൽ 3 എലമെൻറ്റ്സ് ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യമേ തന്നെ ഞാൻ ഫസ്റ്റ് എലമെൻറ്റിനെ പിവട്ട് എലമെൻ്റ് ആയിട്ട് സെലക്ട് ചെയ്യാണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? പിവട്ട് എലമെൻറ്റിനെ ഈ അറയിൽ കറക്റ്റ് പൊസിഷനിൽ വെക്കണം. അത് കറക്റ്റ് പൊസിഷനിൽ അത് എത്തി എന്ന് പറഞ്ഞാൽ അതിനേക്കാളും സ്മോളർ വാല്യൂസ് അതിൻ്റെ മുന്നേ, ലാർജർ വാല്യൂസ് അതിന് ശേഷം ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ അറേനെ ലെഫ്റ്റ് ടു റൈറ്റ് സ്കാൻ ചെയ്യും. ഈ സ്കാൻ ചെയ്യേണ്ടത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ 10 എവിടെയാണ് വെക്കേണ്ടത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 10ന് മുന്നേ ഉള്ള എലമെൻറ്റ്സ് എല്ലാം 10നേക്കാളും ചെറുതാവുണ്ട്. അപ്പോൾ ഓരോ എലമെൻറ്റ്സ് ബൈ എലമെൻറ്റ് നമ്മളിങ്ങനെ എടുത്ത് നോക്കുകയാണ്. 10നേക്കാളും ചെറുതാണോ? ആണെങ്കിൽ അത് അതിനൊന്നും ചെയ്യില്ല, അവിടെ തന്നെ ഇരിക്കട്ടെ. ഇനി 10നേക്കാളും ചെറുതല്ല, ഇത് 10നേക്കാളും വലുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 10ൻ്റെ അപ്പുറത്തെ സൈഡിലാണ്, 10ൻ്റെ റൈറ്റ് സൈഡിലാണ് അത് വരേണ്ടത്. അപ്പോൾ 10ൻ്റെ റൈറ്റ് സൈഡിലേക്ക് വിടും. പക്ഷെ 10ൻ്റെ പൊസിഷൻ നമുക്കറിയില്ല, അത് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഇങ്ങനെ ചെയ്തിട്ട്. അപ്പോൾ നോക്കുക, ലെഫ്റ്റ് ടു റൈറ്റ് സ്കാൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റിൽ വന്നു, അത് 10നേക്കാളും ചെറുതാണ്, ഒന്നും ചെയ്യേണ്ട, അവിടെ ഇരിക്കട്ടെ. ഇനി നെക്സ്റ്റ് എലമെൻറ്റ് 15, 10നേക്കാളും വലുതാണ്. അപ്പോൾ ആ സ്കാനിങ് അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ഇനി എന്ത് ചെയ്യണം? ഈ 15 എന്ന് പറയുന്നത് 10ന് ശേഷമാണ് വരേണ്ടത്, 10 കറക്റ്റ് പൊസിഷനിൽ വെച്ചാൽ. അപ്പോൾ സ്കാനിങ് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്കാൻ ചെയ്യാം. അപ്പോൾ റൈറ്റിലെ എലമെൻറ്റ്സ് ഒക്കെ 10നേക്കാളും വലുതായിട്ടാണ് വരേണ്ടത്. അപ്പോൾ 10നേക്കാളും വലിയ എലമെൻറ്റ് കണ്ടാൽ നമ്മൾ ജസ്റ്റ് അടുത്ത പൊസിഷനിലേക്ക് പോവുകയുള്ളൂ. 10നേക്കാളും ചെറിയൊരു എലമെൻറ്റ് കണ്ടാൽ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് നോക്കുക, 10നേക്കാളും വലുതാണ്, പ്രൊസീഡ് ടു ദി നെക്സ്റ്റ് എലമെൻറ്റ്. ഇനി നെക്സ്റ്റ് എലമെൻറ്റിൽ വന്നു, ഇത് 10നേക്കാളും ചെറുതാണ്, അവിടെ സ്റ്റോപ്പ് ചെയ്യാണ് സ്കാനിങ്. ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ 2 എലമെൻറ്റ്സിനെയും ഇൻ്റർചേഞ്ച് ചെയ്യാം. അത് ചെറിയ എലമെൻറ്റ് വന്നാൽ അതിൻ്റെ മീനിങ് എന്താണ്? ചെറിയ എലമെൻറ്റ് അറയിൽ 10ൻ്റെ മുന്നെയാണ് വരേണ്ടത്. അപ്പോൾ അത് 10ൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് വരേണ്ടത്, ഇത് 10ൻ്റെ റൈറ്റ് സൈഡിലാണ് വരേണ്ടത്. 10 എവിടെയാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല, 10 എവിടെയാണ് വെക്കേണ്ടതെന്ന്. അത് നമ്മൾ കണ്ടുപിടിക്കണേ ഉള്ളൂ. അപ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്യാം. ബാക്കി അതിൻ്റെ മുന്നത്തെ എലമെൻറ്റ്സിലൊന്നും ഒരു മാറ്റമില്ല, അങ്ങനെ തന്നെ എഴുതാം. 10, 7, ഈ 15ൻ്റെ പ്ലേസിൽ 1 വരും. 6, 16, 2, 14, 3, 15, 17. അപ്പോൾ നമ്മൾ സ്കാനിങ് സ്റ്റോപ്പ് ചെയ്തത് ഈ സെക്കൻഡ് ഇൻഡെക്സിലാണ് സ്റ്റോപ്പ് ചെയ്തത്. റൈറ്റ് സൈഡിലെ സ്കാനിങ് അത് ഇവിടെയാണ് സ്റ്റോപ്പ് ചെയ്തത്. ഇനി നമ്മൾ വീണ്ടും ലെഫ്റ്റിൽ നിന്ന് സ്കാൻ ചെയ്യാണ്. നെക്സ്റ്റ് എലമെൻറ്റിൽ വന്ന് നോക്കുക, ഇത് 10നേക്കാളും ചെറുതാണ്, സ്കിപ്പ് ചെയ്യുക. നെക്സ്റ്റ് എലമെൻറ്റിൽ വന്നു, 10നേക്കാളും വലുതാണ്, സ്കാനിങ് അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിവട്ട് എലമെൻറ്റ് റൗണ്ട് ചെയ്ത് വയ്ക്കുകയാണ്. ഇനി ഇവിടെയാണ് നമ്മൾ നേരത്തെ സ്കാനിങ് സ്റ്റോപ്പ് ചെയ്ത്. ഇനി അതിൻ്റെ നെക്സ്റ്റ് എലമെൻറ്റിൽ വരിക. ഇവിടെ വന്നപ്പോൾ 10നേക്കാളും ചെറുതാണ്, റൈറ്റ് സൈഡിൽ നിന്ന് വരുമ്പോൾ 10നേക്കാളും ചെറുതാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം. ഇനി എന്ത് ചെയ്യുക? ഇത് രണ്ടും ഇൻ്റർചേഞ്ച് ചെയ്യുക. ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അറേ 10, 7, 1, 6, 16ൻ്റെ പ്ലേസിൽ 3 വരും. 2, 14, 16, 15, 17. ഇങ്ങനെയാണ് നമ്മുടെ അറേ വന്നത്. പിവട്ട് എലമെൻറ്റ് 10 ആണ്. നമ്മുടെ സ്കാനിങ് നമ്മൾ ഇവിടെയാണ്, റൈറ്റ് സൈഡിൽ നിന്നുള്ള ലെഫ്റ്റിലെ സ്കാനിങ് ഇവിടെയാണ് സ്റ്റോപ്പ് ചെയ്ത്, റൈറ്റിലെ സ്കാനിങ് ഇവിടെയാണ് സ്റ്റോപ്പ് ചെയ്ത്. ഇനി വീണ്ടും സ്കാൻ ചെയ്യാം. നെക്സ്റ്റ് എലമെൻറ്റിൽ വന്നു, ലെഫ്റ്റിൽ നിന്നുള്ള സ്കാനിങ് ആണ്. ഫസ്റ്റ് എലമെൻറ്റിൽ വന്നു, ലെസ് ദാൻ 10 ആണ്, പ്രൊസീഡ് ടു ദി നെക്സ്റ്റ് എലമെൻറ്റ്. 14 വന്നു, ഗ്രേറ്റർ ദാൻ 10 ആണ്, അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഇവിടുന്ന് ലെഫ്റ്റിലേക്കുള്ള സ്കാനിങ്, ഇവിടെ നമ്മൾ സ്കാനിങ് സ്റ്റോപ്പ് ചെയ്ത് അടുത്ത എലമെൻറ്റിൽ വരിക. 14, അത് 10നേക്കാളും വലുതാണ്, പ്രൊസീഡ് ടു ദി നെക്സ്റ്റ് എലമെൻറ്റ്. 2 എന്ന് പറയുമ്പോൾ 10നേക്കാളും ചെറുതാണ്, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഈ പൊസിഷനിൽ നോക്കുക, നമ്മുടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോയ സ്കാനിങ് ഇവിടെ വരെയാണ് പോയത്, അതായത് ഈ പൊസിഷൻ മുതൽ ഇവിടെ വരെ പോയി. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള സ്കാനിങ് ഈ പൊസിഷൻ വരെ വന്നു. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് ലെഫ്റ്റ് ടു റൈറ്റ് സ്കാനിങ്ങും റൈറ്റ് ടു ലെഫ്റ്റ് സ്കാനിങ്ങും ഇങ്ങനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഇതിനെ ഇൻ്റർചേഞ്ച് ചെയ്യേണ്ട. ക്രോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇതിനിപ്പുറത്തേക്കൊക്കെ ചെറുതും ഇതിനിപ്പുറത്തേക്കൊക്കെ വലുതുമാണ് വന്നത്. അപ്പോൾ നമ്മളിനി ഇങ്ങനെ ലെഫ്റ്റും റൈറ്റും സ്കാനിങ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതിനെ ഇൻ്റർചേഞ്ച് ചെയ്യേണ്ട. ഇനി നമുക്ക് വേണ്ടത് 10ൻ്റെ പൊസിഷനിൽ 10നെ വെക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ 2 എലമെൻറ്റ്സിൽ ലെഫ്റ്റിൽ വരുന്ന എലമെൻറ്റ്, അതായത് ഇവിടെ 2ഉം 14ഉം വന്നു, അതിൽ 2 എന്ന് പറയുന്നതാണ് ഇതിൽ ലെഫ്റ്റിൽ വരുന്ന എലമെൻറ്റ്. ഈ 2ഉം 10ഉം കൂടെ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ 10 ആയിരിക്കും, ഈ പൊസിഷനായിരിക്കും 10ൻ്റെ പൊസിഷൻ. അപ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 വരും. 7, 1, 6, 3, 10, 14, 16, 15, 17.
ഇപ്പം നമ്മുടെ അറേ ഇങ്ങനെയായി. അപ്പോൾ നോക്കുക, പിവട്ട് എലമെൻറ്റ് ഇവിടെ എത്തി. ഇനി നോക്കുക, പിവട്ടിൻ്റെ ലെഫ്റ്റിൽ വന്നതെല്ലാം ലെസ് ദാൻ പിവട്ടാണ്, റൈറ്റിൽ വന്നതെല്ലാം ഗ്രേറ്റർ ദാൻ പിവട്ടാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഒരു പാർട്ടീഷൻ കഴിയുന്നത്. അതായത് നമ്മുടെ ഈ അറേനെ നമ്മൾ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്തു. ഇവിടെ പിവട്ട് എലമെൻറ്റ് വെച്ചു, പിന്നെ അതിൻ്റെ ലെഫ്റ്റ് അറേ എന്ന് പറഞ്ഞാൽ സ്മോളർ ദാൻ പിവട്ടും റൈറ്റ് അറേ ലാർജർ ദാൻ പിവട്ടും. ഇങ്ങനെ രണ്ട് പാർട്ടീഷനായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം ചെയ്ത സ്റ്റെപ്സ് ഇതേ അറയുടെ മുകളിൽ ചെയ്യണം. അതായത് ഇതേ അറേ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അറയിൽ ആദ്യം ചെയ്യുക, അത് കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ അറയിൽ ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ കംപ്ലീറ്റ് സ്റ്റെപ്സ് പറയുന്നില്ല, ഇത് ഇങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഇനി ഈ ലെഫ്റ്റ് അറയിൽ നമ്മൾ എന്ത് ചെയ്യും? പാർട്ടീഷൻ ചെയ്യും. പാർട്ടീഷൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇൻഡെക്സ് 0, 1, 2, 3, 4 ആണ്. ഇതിൽ 0th എലമെൻറ്റ്, അല്ലെങ്കിൽ ഈ ഇൻഡെക്സ് സബ് അറയിലെ ഫസ്റ്റ് എലമെൻറ്റ് നമുക്ക് പിവട്ടായിട്ട് എടുക്കാം. ഇനി ഈ 2ൻ്റെ ഇതിനകത്ത് പൊസിഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ വീണ്ടും ഇത് 2 സബ് അറയാവും. അതിനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യും. അങ്ങനെ വീണ്ടും സബ് അറയായിട്ട് പോകും. ഇനി ഇതിൻ്റെ റൈറ്റ് അറേ എടുക്കുകയാണെങ്കിൽ 14, 16, 15, 17 ഇങ്ങനെയാണ് നമ്മുടെ റൈറ്റ് അറേ. ഇത് നമ്മൾ വേറെ അറയിലേക്ക് ഒന്നും സ്റ്റോർ ചെയ്യണില്ല, ഇതേ അറയിൽ വെച്ചിട്ടാണ് നമ്മൾ പാർട്ടീഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇൻഡെക്സ് മുതൽ ഇന്ന ഇൻഡെക്സ് വരെയാണ് ഒരു പാർട്ടീഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യണുള്ളൂ, വേറെ അറയിലേക്ക് കോപ്പി ചെയ്യണമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഇൻഡെക്സ് എങ്ങനെയാണ്? ഈ ഇൻഡെക്സ് ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. 6, 7, 8, 9 ആയിരുന്നു ഇവിടുത്തെ ഇൻഡെക്സ്. നമ്മളിത് വേറെ അറയിലേക്കൊന്നും പോയിട്ടില്ല. അതിന് ഇത്രയും ഭാഗം നമ്മളതിന് സെക്കൻഡ് പാർട്ടീഷനായിട്ട് മാർക്ക് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ പിവട്ട് എലമെൻറ്റ് എടുക്കുമ്പോൾ 14 ആണ്. അതായത് A(6) ആണ് നമ്മുടെ ഇവിടുത്തെ പിവട്ട് എലമെൻറ്റ്. ഇവിടെ A(0) ആണ് പിവട്ട് എലമെൻറ്റ്. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്ത് ഈ ഒരു ഭാഗം വരുമ്പോൾ A(8) ആയിരിക്കും ഇതിൻ്റെ പിവട്ട് എലമെൻ്റ് ആയിട്ട് വരിക. അങ്ങനെ നമുക്ക് കിട്ടിയ സബ് അറയിൽ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് എലമെൻറ്റിനെ പിവട്ടായിട്ട് എടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഓരോ റിക്കേഴ്സീവ് കോളിലും നമുക്ക് കിട്ടിയ അറയിലെ ഫസ്റ്റ് എലമെൻറ്റിനെയാണ് നമ്മൾ പിവട്ടായിട്ട് എടുക്കുന്നത്. അല്ലാണ്ട് 0 എന്ന് പറഞ്ഞ ഇൻഡെക്സിൽ എലമെൻറ്റ് എന്നതിന് മീനിങ് ഇല്ല. നമ്മളിങ്ങനെ ഇതിനെ ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ ഓരോ തവണയും ഡിവൈഡ് ചെയ്യണതിൻ്റെ മുന്നേ, അതായത് പാർട്ടീഷൻ ചെയ്യണതിൻ്റെ മുന്നേ നമ്മൾ നോക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പാർട്ടീഷൻ ചെയ്യാനുള്ള സബ് അറയിൽ അറ്റ്ലീസ്റ്റ് 2 എലമെൻറ്റ്സ് ഉണ്ടോ. 2 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രം പാർട്ടീഷൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിതിൻ്റെ പ്രോഗ്രാം എഴുതി നോക്കാൻ. ഞാൻ അൽഗോരിതമായിട്ട് വേറെ പറയണില്ല, ഇപ്പോൾ പറഞ്ഞ സ്റ്റെപ്സ് തന്നെയാണ് അൽഗോരിതത്തിൻ്റെ സ്റ്റെപ്സ്. അതിങ്ങനെ ടെക്സ്റ്റായിട്ട് ഇങ്ങനെ എഴുതിയാലും മതി. അല്ലെങ്കിൽ ഇനി പറയുന്ന പ്രോഗ്രാമിൻ്റെ സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അതിന് അൽഗോരിതമായിട്ടും എഴുതാം. അപ്പോൾ നമ്മുടെ എക്സാമ്പിളിൽ നമ്മൾ കണ്ടതാണ് പാർട്ടീഷനാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഇനി ഈ പാർട്ടീഷനെയാണ് നമ്മൾ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇത് സോർട്ട് ആവുക. അതുകൊണ്ട് പാർട്ടീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ എഴുതാണ്. അപ്പോൾ ക്വിക്സോർട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വേറെ ഉണ്ടാവും. ക്വിക്സോർട്ടിനകത്ത് നിന്നിട്ടാണ് ഫസ്റ്റ് പാർട്ടീഷനെ വിളിക്കണം. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സബ് അറേ വെച്ചിട്ടും റൈറ്റ് സബ് അറേ വെച്ചിട്ടൊക്കെ പാർട്ടീഷനെ വിളിക്കേണ്ടി വരും. ഞാൻ പാർട്ടീഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ എഴുതാണ്. പാർട്ടീഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സ് എന്താണ് വേണ്ടത്? അപ്പോൾ നമ്മുടെ എക്സാമ്പിളിൽ നമ്മൾ കണ്ടു, പാർട്ടീഷൻ ചെയ്യേണ്ട അറയുടെ സ്റ്റാർട്ടിങ് ഇൻഡെക്സും എൻഡിങ് ഇൻഡെക്സും കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിൽ പിവട്ട് ഏതാണെന്ന് പറയാൻ പറ്റുള്ളൂ. അതിനകത്ത് സെർച്ചിങ്ങും പാർട്ടീഷനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അറേ വേണം, അറയുടെ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് വേണം, എൻഡിങ് ഇൻഡെക്സ് വേണം. അതായത് ഒരു ഹോൾ അറേ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സൈസ് പാസ് ചെയ്താൽ മതിയായിരുന്നു. നമുക്ക് ഓരോ പാർട്ടീഷനിലും ഓരോ സബ് അറേനെയാണ് പാർട്ടീഷൻ ചെയ്യേണ്ടതെന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഫസ്റ്റ് ഇൻഡെക്സും ലാസ്റ്റ് ഇൻഡെക്സും നമുക്ക് വേണം. അപ്പോൾ നമ്മൾ എല്ലാ പാർട്ടീഷനിലും നമ്മൾ അറേ ഇങ്ങനെ പാസ് ചെയ്യേണ്ട കാര്യം വരില്ല. കാര്യം വെച്ചാൽ എല്ലായിടത്തും അറേക്ക് മാറ്റമൊന്നുമില്ല, ഒരു മാറ്റമില്ലാത്ത സെയിം അറേയാണ് നമ്മളിങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അറേനെ പുറത്ത് ഡിക്ലെയർ ചെയ്യാണ്, ഗ്ലോബൽ വേരിയബിളായിട്ട് ഡിക്ലെയർ ചെയ്യാണ്. അപ്പോൾ ഇൻറ്റ് A(20) എന്ന് എല്ലാ ഫങ്ഷൻസിൻ്റെയും പുറത്ത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ അറേ നമ്മൾ മെയിൻ ഫംഗ്ഷനിൽ റീഡ് ചെയ്തിട്ടുണ്ടാവും. അവിടെ നിന്നാണ് നമ്മൾ ബാക്കി യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിലേക്കൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ അറേ എന്ന് പറഞ്ഞത് ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ ഇനി പാർട്ടീഷനകത്തേക്കൊന്നും അറേ പാസ് ചെയ്യണില്ല. ലോവർ ഇൻഡെക്സും ഹയർ ഇൻഡെക്സും മാത്രമേ പാസ് ചെയ്യുള്ളൂ. ഇപ്പോൾ ലോ ഇൻഡെക്സിന് ഞാൻ L എന്നൊരു വേരിയബിളും ഹൈ ഇൻഡെക്സിന് H എന്നൊരു വേരിയബിളും കൊടുക്കുകയാണ്. അപ്പോൾ പാർട്ടീഷന് 2 ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത്, അറേയുടെ ലോ ഇൻഡെക്സും ഹൈ ഇൻഡെക്സും. ഇനി പാർട്ടീഷനകത്ത് കയറി ആദ്യം നമ്മൾ എന്താ ചെയ്യണത്? പിവട്ട് എലമെൻറ്റിനെ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ വേരിയബിൾസ് എന്തൊക്കെയാണ് വരിക നോക്കാം. അപ്പോൾ പിവട്ട് എലമെൻറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിവട്ട് എന്നൊരു വേരിയബിൾ എടുത്തിട്ടുണ്ട്. ഇനി ലെഫ്റ്റ് ടു റൈറ്റ് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് I എന്നൊരു വേരിയബിൾ, റൈറ്റ് ടു ലെഫ്റ്റ് സ്കാനിങ്ങിന് J എന്നൊരു വേരിയബിൾ എടുത്തു. ഇനി നമുക്ക് ഇതിനകത്ത് വേരിയബിൾസ് നമ്മൾ സ്കാനിങ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യും.
ഇൻ്റർചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടെമ്പററി വേരിയബിൾ വേണ്ടി വരും. ടെമ്പ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ കൊടുത്തു. ഇത്രയും വേരിയബിൾസാണ് വരിക. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? പിവട്ട് എന്താണെന്ന് സെറ്റ് ചെയ്യണം. പിവട്ട് എന്ന് പറഞ്ഞാൽ അറയിലെ ഫസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ നമ്മുടെ അറ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എ എന്ന് പറഞ്ഞാൽ അറയുടെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ L to H ആണ്. ആ സബ്ബറയാണ് ഈ ഫംഗ്ഷനകത്തേക്ക് വന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ L ആയിരിക്കും. അപ്പോൾ പിവട്ട് എന്ന് പറഞ്ഞാൽ A of L. ഈ സബ്ബറയിൽ ഫസ്റ്റ് എലമെൻറ്റിനെ പിവട്ടായിട്ട് വെച്ചു. ഇനി ലെഫ്റ്റ് ടു റൈറ്റ് സ്കാൻ ചെയ്യണം. ലെഫ്റ്റ് ടു റൈറ്റ് സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ എക്സാമ്പിളിലേക്ക് ഒന്നുകൂടെ പോവാം. ഇവിടെ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് സ്കാൻ ചെയ്യുന്ന സമയത്ത് ഇവിടെയല്ലേ സ്റ്റാർട്ട് ചെയ്തത്? 10 പിവട്ടായിട്ട് വെച്ചു. ഇവിടെയാണ് സ്കാനിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ സ്കാൻ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഇൻഡെക്സ് എടുക്കുകയാണ് I. ലെഫ്റ്റിൽ നിന്ന് സ്കാൻ ചെയ്യാൻ. ഇപ്പോൾ I എന്ന് പറഞ്ഞത് 1 ആയിരിക്കും ആദ്യം. ഇനി ബാക്കിലേക്ക് സ്കാൻ ചെയ്യാൻ വേണ്ടി J എടുക്കുകയാണ്. ലാസ്റ്റ് എലമെൻ്റ് എന്നാണ് തുടങ്ങി. ഇപ്പോൾ J എന്ന് പറഞ്ഞാൽ 9 ആയിരിക്കും. അതായത് I എന്ന് പറയുന്നത് നമ്മുടെ പിവട്ട് എലമെൻറ്റിന് ശേഷമുള്ള ഇൻഡെക്സ്, J എന്ന് പറയുന്നത് നമ്മുടെ സബ് അറയിലെ ലാസ്റ്റ് ഇൻഡെക്സ്. അപ്പോൾ അത് സെറ്റ് ചെയ്യാം. I ഈസ് ഈക്വൽ ടു പിവട്ട് എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് L പ്ലസ് 1 നെക്സ്റ്റ് ഇൻഡെക്സ് ഓഫ് പിവട്ട് എലമെൻറ്റ്, ദെൻ J എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് ദി സബ് അറേ. അപ്പോൾ J ഈസ് ഈക്വൽ ടു H. ഇനി നമ്മൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് സ്കാൻ ചെയ്യാണ്. ഓരോ എലമെൻ്റായിട്ട് നമ്മൾ ഓരോ I ആണ് നമ്മുടെ ഇൻഡെക്സ്. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് സ്കാൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന വേരിയബിൾ I ആണ്. ഓരോ A of I എടുത്ത് നോക്കുക. അത് പിവട്ടിനേക്കാളും ചെറുതാണെങ്കിൽ നെക്സ്റ്റ് എലമെൻറ്റിലേക്ക് പോവുക. അപ്പോൾ അതിനുള്ള ലൂപ്പ് എഴുതാണ്. വൈൽ A of I ലെസ് ദാൻ പിവട്ട് ആണെങ്കിൽ എന്ത് ചെയ്യണം? പ്രൊസീഡ് ടു ദി നെക്സ്റ്റ് എലമെൻറ്റ്. I ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് നമ്മുടെ A of 0 ആണ് നമ്മുടെ പിവോട്ട് എന്നുണ്ടെങ്കിൽ ആ എലമെൻറ്റ് തന്നെ ഇതിലെ ഏറ്റവും വലിയ എലമെൻറ്റാണെന്ന് വിചാരിക്കാം. അറയിലെ ഏറ്റവും വലിയ എലമെൻ്റ് ആണെങ്കിൽ ഓരോ എലമെൻറ്റ് അതിന് ശേഷമുള്ള ഓരോ എലമെൻ്റായിട്ട് നമ്മൾ നോക്കും. അത് നമ്മുടെ പിവട്ടിനേക്കാളും ചെറുതാണ്. അപ്പോൾ വലുത് കണ്ടാലേ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ I ഇങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോയിട്ട് അവസാനം അറയുടെ ബൗണ്ടറിയും കടന്നു പോകും. അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ മാത്രം നോക്കിയാൽ പോരാ. I ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ I ലെസ് ദാൻ അറേ ബൗണ്ടറി, ഹൈ ഇൻഡെക്സ് ഓഫ് ദി അറേ ആണെങ്കിൽ മാത്രം I ഇൻക്രിമെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ അറേ എലമെൻറ്റ് ലെസ് ദാൻ പിവോട്ടുമാണ്. I എന്ന് പറയുന്നത് ലെസ് ദാൻ ഹൈ ഇൻഡെക്സും ആണെങ്കിൽ I ഇൻക്രിമെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസാണ് എടുത്തത്. അതായത് സെയിം ആയിട്ട് വരുന്നത്. ഇപ്പോൾ 2 എന്ന് പറഞ്ഞ എലമെൻറ്റ് 2 തവണയൊന്നും വരുന്നില്ല നമ്മുടെ അറയിൽ. അപ്പം അങ്ങനെ ഒരു എലമെൻറ്റ് ഒരു നമ്പർ തന്നെ 2 തവണയൊക്കെ അറയിൽ വരാം. ആ കേസ് നമ്മൾ എക്സാമ്പിളിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതും കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ രീതിയിൽ ഞാൻ ഇവിടെ എഴുതാണ്. A of I ലെസ് ദാൻ ഓർ ഈക്വൽ ടു പിവോട്ട് ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് എലമെൻറ്റിലേക്ക് പ്രൊസീഡ് ചെയ്യണം അതുപോലെ. ഇനി ഈ ലൂപ്പ് ഒന്ന് പുറത്ത് വരിക എപ്പോഴാണ്? A of I ഗ്രേറ്റർ ദാൻ പിവോട്ട് ആകുമ്പോൾ പുറത്ത് വരാം. ഇല്ലെങ്കിൽ I ഈസ് ഈക്വൽ ടു H ആയി കഴിഞ്ഞാൽ പുറത്ത് വരാം. ഇനി നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് സ്കാനിങ്. റൈറ്റ് ടു ലെഫ്റ്റ് സ്കാനിങ് നമ്മൾ എപ്പോഴാണ് പ്രൊസീഡ് ചെയ്യുക? നമ്മുടെ J എന്ന് പറഞ്ഞ വാല്യൂ ആണ് നമ്മൾ അതിൻ്റെ ഇൻഡെക്സ് ആയിട്ട് എടുക്കുന്നത്. A of J എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ പിവോട്ട് ആണെങ്കിൽ നമ്മൾ പ്രൊസീഡ് ചെയ്യണം. പിവോട്ടിനേക്കാൾ ചെറുത് വന്നപ്പോഴാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ A of J ഗ്രേറ്റർ ദാൻ പിവോട്ട് ആണെങ്കിൽ J ഡിക്രിമെൻറ്റ് ചെയ്യാം. J ലാസ്റ്റ് ഇൻഡെക്സ് നമ്മളിങ്ങനെ പുറകിലേക്കാണ് വരുന്നത്. അപ്പോൾ I ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്താൽ ഇവിടെ വന്നിട്ട് J ഡിക്രിമെൻറ്റ് ചെയ്ത് അതും സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താഴത്തെ സ്റ്റേറ്റ്മെൻറ്റ് വരും. ഇത് രണ്ടും സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് A of Iയും A of Jയും കൂടെ ഇൻ്റർചേഞ്ച് ചെയ്യണം. പക്ഷെ ഇങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു കണ്ടീഷൻ നോക്കണം. I എന്ന് പറയുന്നത് Jയുടെ മുന്നേ ആണെങ്കിലേ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും ക്രോസ് ചെയ്യാൻ പാടില്ല. ക്രോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് I ലെസ് ദാൻ J ആണെന്ന് പറഞ്ഞാൽ ക്രോസ് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. ഇഫ് I ലെസ് ദാൻ J അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും A of Iയും A of Jയും ഇൻ്റർചേഞ്ച് ചെയ്യാം. ഇൻ്റർചേഞ്ച് ചെയ്യാൻ ടംബ് എന്നൊരു വേരിയബിൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ടംബ് is equal to A of I is equal to A of J, A of J is equal to temp. നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്തു. ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്തത്? പിന്നെയും നമ്മൾ സ്കാനിങ് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള സ്റ്റെപ്സ് നമ്മളിനി റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് നോക്കണം? ഇത് ക്രോസ് ചെയ്തിട്ടില്ല, Iയും Jയും ക്രോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യാനുള്ള ലൂപ്പ് എഴുതാണ്. വൈൽ
ഐ ലെസ് ദാൻ ജെ. ഐ ലെസ് ദാൻ ജെ ആണെങ്കിൽ നമ്മളിത് ക്രോസ് ചെയ്തിട്ടില്ല. വൈൽ ഐ ലെസ് ദാൻ ജെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിൻ്റെ ബാക്കി ഇവിടെ എഴുതാണ്, ലൂപ്പ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐയും ജെയും ക്രോസ് ആവണ വരെ. ഐയും ജെയും ക്രോസ് ആയി കഴിഞ്ഞാൽ ഈ വൈൽ ലൂപ്പ് ഒന്ന് പുറത്തു വന്നു. അത് ഈ വൈൽ ലൂപ്പ് ഇവിടെയാണ് തീരുന്നത്, അതൊന്ന് പുറത്തേക്ക് വരികയാണ്. ഇതിന്ന് പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഐയും ജെയും ക്രോസ് ചെയ്തു. ഐയും ജെയും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിവട്ട് എലമെൻറ്റും നമ്മുടെ ക്രോസ് ചെയ്തതിൽ ലെഫ്റ്റ് സൈഡിലെ എലമെൻറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കാം, ഇവിടെ നമ്മൾ ജെ എന്ന് പറഞ്ഞ ഇൻഡെക്സ് ആണ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നത്. അപ്പോൾ ജെ എവിടെ എത്തി? ഇവിടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്കാൻ ചെയ്ത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്കാൻ ചെയ്ത് ജെ എന്ന് പറയുന്നത് 5-ലെത്തി. ഐ എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്കാൻ ചെയ്ത് ഐ 6-ലും എത്തി. ഐ 6ഉം ജെ 5ഉം ആയപ്പോഴാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ ഇനി പിവോട്ട് എ എഫ് ജെയുമായിട്ടാണ് ഇൻ്റർചേഞ്ച് ചെയ്യേണ്ടത്. 5ലെ വാല്യൂ ആയിട്ടാണ് നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ പിവോട്ട് എലമെൻറ്റും എ എഫ് ജെയും ഇൻ്റർചേഞ്ച് ചെയ്യാം. അപ്പോൾ പിവട്ട് എലമെൻറ്റ് എന്ന് പറയുന്നത് എവിടെയായിരിക്കുന്നത്? എ എഫ് എൽ ആണ് പിവട്ട് എലമെൻറ്റ്. അതായത് പിവട്ട് എന്ന് പറഞ്ഞാൽ വേരിയബിളായിട്ട് ഇൻ്റർചേഞ്ച് ചെയ്തത് നമുക്ക് അറയിലെ 2 വാല്യൂസാണ് ഇൻ്റർചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ടെമ്പിനകത്തേക്ക് എ എഫ് എൽ വയ്ക്കാം. എ എഫ് എല്ലും എ എഫ് ജെയും ആണ് ഇൻ്റർചേഞ്ച് ചെയ്യേണ്ടത്. ദെൻ എ എഫ് എൽ ഇസ് ഈക്വൽ ടു എ എഫ് ജെ. എ എഫ് ജെ ഇസ് ഈക്വൽ ടു ടെമ്പ്. ഇപ്പോൾ നമ്മുടെ പിവട്ടുമായിട്ട് എ എഫ് ജെ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പാർട്ടീഷൻ തീർന്നു. പിവട്ട് എലമെൻറ്റ് കറക്റ്റ് പൊസിഷനിലെത്തി. ഇനി പാർട്ടീഷന് നമ്മൾ എന്താണ് റിട്ടേൺ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു പാർട്ടീഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ലെഫ്റ്റ് അറേനെ പാർട്ടീഷൻ ചെയ്യണം, അതിൻ്റെ റൈറ്റ് അറേനെയും പാർട്ടീഷൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഒക്കെ അറിയണമെങ്കിൽ നമ്മുടെ പിവട്ട് എലമെൻറ്റ് എവിടെയാണ് ഇരിക്കണമെന്ന് അറിയണ്ടേ? അതുകൊണ്ട് പാർട്ടീഷൻ റിട്ടേൺ ചെയ്യേണ്ടത് പിവട്ട് എലമെൻറ്റ് പൊസിഷനാണ്. പിവട്ട് നമ്മളിപ്പോൾ എവിടെയാണ് വെച്ചേ? എ എഫ് ജെ എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ് പിവട്ട് വെച്ചത്. അപ്പോൾ പിവട്ടിൻ്റെ ലൊക്കേഷനാണ് പാർട്ടീഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ പാർട്ടീഷൻ്റെ റിട്ടേൺ ടൈപ്പ് ഇൻറ്റ് എന്ന് എഴുതുക. ഒന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, അന്ന് എഴുതിയിട്ടില്ലെങ്കിൽ ഇൻറ്റ് ആവുമല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാർട്ടീഷൻ ചെയ്യുന്നത്. ഇനി ഇതിപ്പോൾ ഒരു പാർട്ടീഷനേ ആയിട്ടുള്ളൂ. ഇനി ഈ പാർട്ടീഷനെ പലതവണ വിളിച്ചു കഴിഞ്ഞാലേ നമുക്ക് ക്വിക്ക് സോർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്വിക്ക് സോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ എഴുതുകയാണ്. ക്വിക്ക് സോർട്ട് നമ്മൾ ഒന്നും റിട്ടേൺ ചെയ്യില്ല, നമ്മുടെ അറയിൽ തന്നെ വെച്ചിട്ടാണ് നമ്മൾ സോർട്ട് ചെയ്യണത്. അറേ ഗ്ലോബലായിട്ട് അവിടെ ഡിക്ലെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ക്വിക്ക് സോർട്ടിന് റിട്ടേൺ ടൈപ്പ് വോയിഡ് കൊടുക്കുകയാണ്, ക്വിക്ക് സോർട്ട്. അപ്പോൾ ഇതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ക്വിക്ക് സോർട്ടിനകത്തേക്ക് വരുന്നതും നമ്മുടെ സബ് അറേയുടെ ലോ ഇൻഡെക്സും ഹൈ ഇൻഡെക്സും തന്നെ കൊടുക്കുകയാണ്. ഒരു സബ് അറേ ആയിരിക്കും ക്വിക്ക് സോർട്ടിലേക്ക് വരിക. ഇനി ക്വിക്ക് സോർട്ടിനകത്ത് വന്നാൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ നമുക്ക് കിട്ടിയ അറേനെ പാർട്ടീഷൻ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പാർട്ടീഷന് നമ്മൾ കോൾ ചെയ്യുക. പാർട്ടീഷൻ എന്ന ഫംഗ്ഷനെയാണ് നമ്മൾ ക്വിക്ക് സോർട്ടിനകത്തിരുന്ന് കോൾ ചെയ്യുന്നത്. അപ്പോൾ പാർട്ടീഷൻ കോൾ ചെയ്യണതിന് മുന്നേ നമ്മൾ നോക്കണം, നമ്മുടെ അറയിൽ അറ്റ്ലീസ്റ്റ് 2 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ പാർട്ടീഷൻ ചെയ്താൽ മതി. 2 എലമെൻറ്റ്സ് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ലോ ഇൻഡെക്സ് ലെസ് ദാൻ ഹൈ ഇൻഡെക്സ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 എലമെൻറ്റ്സ് എങ്കിലും ഉണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് 0, 1 എന്ന് പറഞ്ഞാൽ 2 ഇൻഡെക്സ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇത് ലോ ഇത് ഹൈ ആണ്. അപ്പോൾ 2 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ 0 ലെസ് ദാൻ 1. അപ്പോൾ എൽ ലെസ് ദാൻ എച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് 2 എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. ഇഫ് എൽ ലെസ് ദാൻ എച്ച് അങ്ങനെയാണെങ്കിൽ കോൾ പാർട്ടീഷൻ. പാർട്ടീഷനകത്തേക്ക് എന്താണ് പാസ് ചെയ്യേണ്ടത്? നമ്മുടെ ക്വിക്ക് സോർട്ടിൽ വന്ന സബ് അറേ ഏതാണോ അതിനെ തന്നെയാണ് പാസ് ചെയ്യേണ്ടത്. എൽ എച്ച് എന്ന് പറഞ്ഞ ഇൻഡെക്സ് ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ടീഷനകത്തേക്ക് നമ്മൾ ഈ സബ് അറേയുടെ ഇൻഡെക്സ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പാർട്ടീഷൻ ചെയ്തിട്ട് എന്ത് റിട്ടേൺ ചെയ്യും? അതിലെ പിവട്ട് എലമെൻറ്റിൻ്റെ പൊസിഷൻ റിട്ടേൺ ചെയ്യും. അപ്പോൾ ആ പൊസിഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഞാൻ പി എന്നൊരു വേരിയബിൾ എടുക്കുകയാണെങ്കിൽ പി ഈസ് ഈക്വൽ ടു പാർട്ടീഷൻ ഓഫ് എൽ എച്ച് എന്ന് പറഞ്ഞാൽ പാർട്ടീഷൻ ചെയ്തിട്ട് അതിൻ്റെ പിവട്ടിൻ്റെ പൊസിഷൻ പിയിലേക്ക് വരും. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ വേരിയബിളൂടെ ഡിക്ലെയർ ചെയ്യണം, ഇൻറ്റ് പി. പിവട്ടിൻ്റെ പൊസിഷൻ പിയിലേക്ക് വന്നു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഇപ്പോൾ എൽ ടു എച്ച് എന്ന് പറഞ്ഞ സബ് അറേയാണ് നമ്മൾ പാസ് ചെയ്തത്. ഇതിനിടയ്ക്ക് എവിടെയോ ആണ് ഈ പി എന്ന് പറഞ്ഞ പൊസിഷൻ വരുന്നത്. ഇനി ഇതിൻ്റെ ലെഫ്റ്റിലേക്കുള്ള സബ് അറേയും ഇതിൻ്റെ റൈറ്റിലേക്കുള്ള സബ് അറേയും വെച്ചിട്ട് വീണ്ടും നമ്മൾ ക്വിക്ക് സോർട്ടിനെ വിളിക്കുകയാണ്. അപ്പോൾ റിക്കേഴ്സീവായിട്ട് നമ്മൾ ഇവിടുന്ന് ക്വിക്ക് സോർട്ടിനെ വിളിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ക്വിക്ക് സോർട്ട് ഇതിൻ്റെ ലെഫ്റ്റ് സബ് അറേയിലേക്കാണ്, സബ് അറേ വെച്ചിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സബ് അറേ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ സബ് അറേ എന്ന് പറഞ്ഞാൽ എൽ ടു എച്ച് ആണ് അതിൻ്റെ ഇൻഡെക്സ് വരുന്നത്. അതിൽ പി ആണ് നമ്മുടെ പിവട്ടിൻ്റെ ഇൻഡെക്സ്. അപ്പോൾ നമ്മൾ ഇനി ലെഫ്റ്റ് സബ് അറേയിൽ പാസ് ചെയ്യേണ്ടത് എന്താണ്? അതിൻ്റെ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് എൽ ആണ്,
അതിൻ്റെ എൻഡിങ് ഇൻഡെക്സ് പി ഓൾറെഡി സോർട്ടഡ് ആണ്, പി എന്ന് പറഞ്ഞ പൊസിഷനിലിരിക്കുന്ന വാല്യൂ. അപ്പോൾ പി -1 ആണ് അതിൻ്റെ എൻഡിങ് ഇൻഡെക്സ് ലെഫ്റ്റ് സബ് അറേ. ഇനി നമ്മൾ അതിൻ്റെ റൈറ്റ് സബ് അറേനെ കോൾ ചെയ്യാണ്. റൈറ്റ് സബ് അറേ വെച്ചിട്ട് ക്വിക്ക് സോർട്ടിനെ കോൾ ചെയ്യാണ്. റൈറ്റ് സബ് അറേ പി കഴിഞ്ഞിട്ടാണ് വരിക. അതായത് സ്റ്റാർട്ടിങ് ഇൻഡെക്സ് p+1 ആൻഡ് എൻഡിങ് ഇൻഡെക്സ് h. ഇത്രയാണ് നമുക്ക് ക്വിക്ക് സോർട്ടിനകത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ ക്വിക്ക് സോർട്ടിൽ ഒരു പാർട്ടീഷനെ വിളിക്കുക. പാർട്ടീഷനെ വിളിച്ചിട്ട് നമുക്ക് പിവട്ടിൻ്റെ പൊസിഷൻ കിട്ടിക്കഴിയുമ്പോൾ ആ പൊസിഷൻ വെച്ചിട്ട് ലെഫ്റ്റ് സബ് അറേനും റൈറ്റ് സബ് അറേനും വീണ്ടും ക്വിക്ക് സോർട്ടിൽ വെച്ചിട്ട് വിളിക്കുക. ക്വിക്ക് സോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെക്ക് ചെയ്യും ആ ലെഫ്റ്റ് സബ് അറേയിൽ അറ്റ്ലീസ്റ്റ് 2 എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിനെ പാർട്ടീഷൻ ചെയ്യാം. അങ്ങനെയാണ് ഈ ക്വിക്ക് സോർട്ട് ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ മെയിൻ എഴുതാനുണ്ട്. മെയിനിൽ കാര്യമായിട്ടൊന്നും എഴുതാനില്ല. മെയിനിൽ ജസ്റ്റ് നിങ്ങൾ അറേയുടെ സൈസ് ഓഫ് ദി അറേ n റീഡ് ചെയ്യുക, അറേ റീഡ് ചെയ്യുക, അതിനുശേഷം ക്വിക്ക് സോർട്ടിനെ കോൾ ചെയ്യുക. ക്വിക്ക് സോർട്ടിനെ കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പാസ് ചെയ്യേണ്ടത് അതിൻ്റെ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് 0, എൻഡിങ് ഇൻഡെക്സ് n-1. ഇങ്ങനെ ക്വിക്ക് സോർട്ടിനെ കോൾ ചെയ്യുക. അതിനുശേഷം അറേ പ്രിന്റ് ചെയ്യുക. സോർട്ടഡ് അറേ ആയിരിക്കും, അത് പ്രിന്റ് ചെയ്യുക. അത്രയും മെയിനകത്ത് ചെയ്യാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ പ്രോഗ്രാം എഴുതുമ്പോൾ ഇതിൻ്റെ എക്സാമ്പിളും കൂടെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. എന്നാൽ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ എഴുതിയതെന്ന്. അപ്പോൾ എക്സാമ്പിളും കൂടെ വെച്ചിട്ട് ഇങ്ങനെ എഴുതി നോക്കുക.